വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് മോഡൽ എക്സാമിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. A and B are 13th question. A and B are unit vectors and A plus B is also a unit vector. Find theta between A and B. Mod A is equal to mod B is equal to 1. Mod A plus B is also 1. Squaring on both sides. Mod A plus B the whole square. Mod A square plus mod B square plus 2A dot B. Mod A plus B 1. 1 square 1. 1 plus 2A dot B is equal to 1 square 1. 2A dot B is equal to 1 minus 2 minus 1. So A dot B is equal to minus 1 by 2. Cos theta is equal to A dot B by mod A into mod B. That is minus 1 by 2 by 1 into 1. Theta is equal to 2 pi by 3. 180 minus 60. Pi minus pi by 3. Question number 14. Shortest distance. Important question ആണ്, sure question ആണ്. Vector R is equal to I plus 2j plus k plus lambda into I minus j plus k. R is equal to 2I minus j minus k plus mu into 2I plus j plus 2k. ഇതൊക്കെ ഇങ്ങനെ എസ് ഡി ചോദിച്ചാൽ A1 പ്ലസ് ലാംഡ B1 A2 പ്ലസ് മ്യൂ B2 A1 A2 ആദ്യം എഴുതുക. I ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് k ക്യാപ് A2 2I ക്യാപ് മൈനസ് j ക്യാപ് മൈനസ് k ക്യാപ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് A2 മൈനസ് A1 2 മൈനസ് 1 I cap minus 1 minus 2 minus 3j minus 1 minus 1. ലാംഡയ്ക്ക് മുമ്പുള്ളത് A1, മ്യൂവിന് മുമ്പുള്ളത് A2. A2 മൈനസ് A1 2 മൈനസ് 1 മൈനസ് 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 1 അതാണ് മൈനസ് 2. എന്നിട്ട് B1 ക്രോസ് B2 ഡിറ്റർമിനൻ്റ് IJ I cap T cap K cap. ലാംഡ കഴിഞ്ഞിട്ടുള്ള വെക്ടർ ഇവിടെ ഏതാണ്? ഫസ്റ്റ് B1. ഇതാണ് B1. 1 മൈനസ് 1 1 2 1 2. മൈനസ് 2 മൈനസ് 1 മൈനസ് 3 2 മൈനസ് 2 0 പ്ലസ് k cap ഇൻറ്റു 1 മൈനസ് മൈനസ് 2 മൈനസ് 3 I cap പ്ലസ് 3 k cap. നമ്മൾ ഫസ്റ്റ് A1 A2 എടുത്ത് എഴുതുക. A1 ലാംഡയ്ക്ക് മുമ്പുള്ളത്, മ്യൂവിന് മുമ്പുള്ള വെക്ടറാണ് A2 മൈനസ് A1. അത് കഴിഞ്ഞിട്ട് B1 ക്രോസ് B2 ഡിറ്റർമിനൻ്റ് IJക്ക് B1 ലാംഡ കഴിഞ്ഞിട്ടുള്ള വെക്ടറിൽ IJKയുടെ കോഎഫിഷ്യൻ്റ്. മ്യൂ കഴിഞ്ഞിട്ടുള്ള വെക്ടറാണ് B2. അതിൽ IJKയുടെ കോഎഫിഷ്യൻ്റാണ് സെക്കൻഡ് റോ. B1 ക്രോസ് B2 100% വരുന്ന ക്വസ്റ്റ്യനാണ് എസ് ഡി കേട്ടോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. നമുക്ക് ഈ കിട്ടിയ രണ്ട് വെക്ടർ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 6 0 ഇവിടെ ജെ ഇല്ല 0 ഇൻറ്റു 2 0 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇവിടെ ഐയുടെ കൈപ്പിച്ചു മൈനസ് 3 ഇൻറ്റു 1 നമുക്ക് എത്ര കിട്ടി? -10. ഇനി B1 ക്രോസ് B2 എന്താണോ കിട്ടിയത്
അതിൻ്റെ മോഡുലസ് മോഡ് B1 ക്രോസ് B2 റൂട്ട് ഓഫ് 9 പ്ലസ് 9 റൂട്ട് 18 3 into 3 into 2 that is 3 root 2. SB is equal to absolute value of A2 minus A1 dot B1 cross B2 by mod B1 cross B2. Okay, minus 9 absolute value 9. That is 3 by root 2. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാർട്ടീഷ്യൻ ഫോം തന്നിട്ട് ഞാൻ എസ് ഡി ചെയ്യുന്നില്ല. ഇതിൽ 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് 2 ലൈൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. x+1/7 y+1/-6 z+1/1 x-3/1 y-5/2 z-7/1. ഫസ്റ്റ് പാർട്ട് റൈറ്റ് ദ വെക്റ്റർ ഇക്വേഷൻ, സെക്കൻഡ് പാർട്ട് എസ് ഡി. ഇപ്പോൾ ഇവിടെ വെക്റ്റർ ഇക്വേഷൻ ചോദിക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇത് 1 മാർക്ക്. ബാക്കി എസ് ഡി കാണുന്നത്. വെക്റ്റർ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം? R is equal to ഇവിടെ x-x1/a എന്നാണ് അല്ലേ. ഇവിടെ പ്ലസ് ആണെങ്കിൽ അവിടെ എന്ത് വരും? എക്സ് മൈനസ് മൈനസ് 1 മൈനസ് y ക്യാപ് y മൈനസ് j ക്യാപ് മൈനസ് k ക്യാപ് പ്ലസ് ലാംഡ ഇൻറ്റു 7 മൈനസ് 6 1. ഇവിടെ എക്സ് മൈനസ് x1 സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്. 3i ക്യാപ് പ്ലസ് 5j ക്യാപ് പ്ലസ് 7k ക്യാപ് പ്ലസ് ന്യൂ ഇൻറ്റു i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് k ക്യാപ്. ബാക്കി ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഇപ്പോൾ ചെയ്തല്ലോ നമ്മളതുപോലെ. ഇത് A1 ഇത് A2 B1 B2 ബാക്കി നമ്മൾ ചെയ്തതുപോലെ ചെയ്യാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേസ് തിയറം. ബേസ് തിയറം ഇപ്പോൾ കൂടുതലും ബോളാണ് ചോദിക്കുന്നത്, എല്ലാവരും ചോദിക്കാം. നിങ്ങൾ ഇങ്ങനെയൊന്ന് വരച്ച് വെച്ചാൽ പോകണം. ഫസ്റ്റ് ബാഗ്, സെക്കൻഡ് ബാഗ്, റെഡ് ബ്ലാക്ക്, റെഡ് ബ്ലാക്ക്. 3 balls 4 5 6. 1 ball is drawn from one of the bag. Find the probability that ball is black. എടുക്കുന്ന ബോൾ ബ്ലാക്ക് ആയിരിക്കണം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് ഡ്രോൺ ഫ്രം ഫസ്റ്റ് അല്ലേ. ഈസ് ഡ്രോൺ ഫ്രം ഫസ്റ്റ് ബാഗ്. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ നിന്നും ആയിരിക്കണം അത് എന്തായിരിക്കണം? ബ്ലാക്ക് ആയിരിക്കണം. ഫസ്റ്റ് ബാഗ് അതൊരു കണ്ടീഷൻ. പിന്നെ ബ്ലാക്ക് കളർ അല്ല അത് അങ്ങനെ ബേസ് ചെയ്ത് എപ്പോഴും 2 കണ്ടീഷൻ വരും. നമുക്ക് 2 ബാഗ് ഉണ്ടല്ലേ, ഐഡൻറ്റിക്കൽ ബാഗ്. E1 എന്ന് പറയുന്നത് ചൂസിങ് ഫസ്റ്റ് ബാഗ്. E2 ചൂസിങ് സെക്കൻഡ് ബാഗ്. A be the even, the ball drawn is red. Sorry, drawn is black. P of E1 is equal to P of E2, that is equal to 1/2 ബാഗ്. അതിൽ നിന്ന് നമ്മളൊരു ബാഗ് എടുക്കുന്നു. ഇനി P of E1 ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യുന്നു, അതിൽ നിന്നൊരു ബ്ലാക്ക് എടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ എത്രയാണ്? 4/7. ഇനി അതല്ല, സെക്കൻഡ് ബാഗാണ് സെലക്ട് ചെയ്യുന്നത്, ബ്ലാക്ക് എടുക്കുന്നെങ്കിലോ 6/11.
നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏത് ബാഗിൽ നിന്ന് എടുക്കണം? ഫസ്റ്റ് ബാഗിൽ നിന്ന് അല്ലേ? ബൈ ബേസ് തിയറം എന്ന് എഴുതിയിട്ട് പി ഓഫ്, ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? എ ഗിവൺ E1. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഇത് തിരിച്ചെഴുതണം. E1 ഗിവൺ എ. നമ്മളിവിടെ ഫസ്റ്റ് ബാഗ് ചോദിക്കുമ്പോൾ അതാണ് ചോദിക്കുന്നത്. ന്യൂമറേറ്ററിൽ ആദ്യം പി ഓഫ് E1 ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി, എന്നിട്ട് അതിൽ നിന്നും ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ എത്രയാണ്? 4/7 ബൈ ഡിനോമിനേറ്റർ നമ്മളെല്ലാം എഴുതണം. ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യുക, പ്രോബിലിറ്റി, സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യുക. ഇതേ സ്ഥാനത്ത് സെക്കൻഡ് ബാഗ് എന്നായിരുന്നെങ്കിലോ 1/2 × 6/11 ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇതിൽ ഫുള്ള് വരും. നമുക്കിവിടെ 1/2 കോമൺ എടുക്കാം. 4/7 + 6/11. 1/2 ക്യാൻസൽ. 11 × 4, 7 × 6 by 76. That is 4/7 × 77/86. 11/40. ഞാൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് വേറെ വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ ഞാൻ ബേസ് തിയറം ഓരോ ക്വസ്റ്റ്യനായിട്ട് ഇടാം, നിങ്ങൾ പഠിക്കണം. 16th one. Find the order and degree. Order and degree. ഇവിടെ ഓർഡർ വരുന്നത് d³ s by dt³ the whole raised to t, whole raised to 2. So order is 3. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതാണ് ഇതിൻ്റെ ഓർഡർ. ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ എക്സ്പൊണൻ്റ് ഏതാണോ അതാണ് ഡിഗ്രി. ഇവിടെ ഹൈസ്റ്റ് തേർഡ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് തേർഡ് ഡെറിവേറ്റീവ് അതാണ് ഹൈസ്റ്റ് ഡെറിവേറ്റീവ്. ഓർഡർ 3. ഹൈസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ എക്സ്പൊണൻ്റ് ഏതാണ് അത് മാത്രമേ നിങ്ങൾ ഡിഗ്രി എടുക്കാവൂ. ഇത് നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഇതിലും വലിയ നമ്പറൊക്കെ എക്സ്പൊണൻ്റ് ഇവിടെ തരും, അതെടുക്കരുത്. ഹൈസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ എക്സ്പൊണൻ്റ്. ഓക്കെ. Find the general solution. Second part. dy by dx is equal to 1 plus y square by 1 plus x square. Variable separable format. Integral 1 by 1 plus y square tan inverse y. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ഇതിലിടാം, നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒക്കെ വേരിയബിൾ സെപ്പറബിളിൽ വേറെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ വേരിയബിൾ സെപ്പറബിളിൽ കേരളയ്ക്ക് ചോദിച്ചിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻ. c² x tan y, സിമിലർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. c² x tan y dx പ്ലസ് c² y tan x dy. tan x dy. c² x ഇതാണ് ക്വസ്റ്റ്യൻ കണ്ടോ. ഡി എക്സും വൈ ടേമെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും. അത് വേരിയബിൾ സെപ്പറബിൾ ആക്കണം നമ്മൾ.
is equal to minus c squared x tan x dy. ഇവിടെ നമുക്ക് ഡി എക്സ് ഉണ്ട്, സി സ്ക്വയർഡ് എക്സ് ഉണ്ട്, ടാൻ വൈ വേണ്ട, ഇവിടെ ടാൻ എക്സും വേണ്ട അല്ലേ. ഇപ്പം ഡിവൈഡിങ് ഈച്ച് ടേം ബൈ നമുക്ക് ഈ ടാൻ എക്സിനെ ഡിനോമിനേറ്ററിൽ ഈ ടാൻ വൈ സി സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ്. സി സ്ക്വയർ ബൈ സി സ്ക്വയർ വൈ ബൈ ടാൻ വൈ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണെങ്കിൽ ഇൻ്റഗ്രൽ എന്തായിരിക്കും? ലോഗ് ഡിനോമിനേറ്റർ. ഇവിടെ അത് തന്നെയാണ് അല്ലേ, മൈനസ് ലോഗ് ടാൻ വൈ. നമുക്ക് ഇത് രണ്ട് ലോഗാണ്. ഒരു നല്ല ഫോമിൽ ആൻസർ എഴുതണമെങ്കിൽ വെറും സി എഴുതുന്നതിനാണ് ലോഗ് സി എന്ന് എഴുതാം. ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി, ലോഗ് ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ വൈ, മോഡ് ടാൻ എക്സ് ടാൻ വൈ. So answer is tan x tan y is equal to c. നല്ല ഫോമിൽ ആൻസർ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കോൺസ്റ്റൻ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം ഒരു നല്ല ഫോമിൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കും. താങ്ക് യു.